ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങൾ? ഞാൻ ഭയങ്കര ഒരു പാവം പിടിച്ചൊരു പെണ്ണിൻ്റെ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ചാനൽ തുടങ്ങിയ മുതലും ഞങ്ങൾ ഈ ബഹ്റൈനിൽ നിന്ന് ഇരുന്ന് കാണൽ തുടങ്ങിയതാണ് ഓളുടെ ചാനൽ കേട്ടോ. പാവമാണ്, അതിൻ്റെ മനസ്സിൽ ഒന്നുമില്ല. അതിൻ്റെ ചാനൽ ഇപ്പോൾ ആരോ അത് ബ്ലോക്കാക്കി വെച്ചിരിക്കുകയാണ്. എന്താ സംഭവം എന്നുള്ളത് അറിയണില്ല. അത് ഇന്ന് രാത്രി കൊണ്ട് ലൈവ് ഇട്ടുതരും. ഒന്നും നിങ്ങളെ ആരാ ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് അറിയില്ല. നമുക്ക് ഇന്ന് പോളെ കൈ തട്ടിയിട്ടാണോ ഇനി ബ്ലോക്ക് ആയത് അതും അറിയാൻ പറ്റുന്നില്ല. എന്തായാലും ഇത് ആരേലും ഇത് ഷാനോ ഷമീറോ അങ്ങനെ ആരേലും ഇതിന് ഉത്തരവാദിത്തപ്പെട്ടൊരു ഒന്ന് പെട്ടെന്ന് കണ്ടുപിടിച്ചിട്ട് സെലൂന് കൊടുക്കണം. സെലു കിച്ചൻ വളപുരം ഓളില്ലേ, അത് കിട്ടിയിട്ട് ഓളൊരു പാവാഷ്കളമായ മനസ്സാണ് ഓളെ. നമ്മൾ എന്ത് പറയാലും ഓരോ സംസാരം കേട്ടിട്ട് ഞങ്ങൾ ഇവിടെ ഞങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവില്ല ഓളെ വീഡിയോ കണ്ടാൽ. ഞാൻ അന്നേ മുതലും കാണാൻ തുടങ്ങിയത് ഞങ്ങളുള്ള വീഡിയോ കേട്ടോ. ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും. ഇവിടെ പാവം പിടിച്ചൊരു പെൺകുട്ടിയാണത്. അതിനൊരു ആങ്ങളാരുമില്ല, ഒരു വാപ്പിയില്ല, ഒരു വല്യമ്മയാണ് അതിനെ നോക്കുന്നത്. അപ്പോൾ എങ്ങനെയും ജീവിച്ച് പോയിക്കോട്ടെ. അതൊരു തമാശ എന്നും മനസ്സിലില്ലാണ്ട് ലീവ് വന്നിട്ട് ഓരോന്നും വായയിൽ തോന്നുന്നത് എന്താ വെച്ചാൽ അതിങ്ങനെ പറയണതാണ്. അല്ലാണ്ട് അതിൻ്റെ മനസ്സിലൊന്നുമില്ല മക്കളെ. നിങ്ങൾ അത് വിചാരിച്ചിട്ടുള്ള ചാനൽ എങ്ങനെയും അബദ്ധത്തിന് ബ്ലോക്കാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആരെയും എന്തായാലും അത് മാർഗത്തിൽ കൂടെ അതിന് വിട്ട് കൊടുക്കണം. അതല്ല ഓളെ കൈ തട്ടിയിട്ടാണോ അവളെ ഫോൺ ചെക്ക് ചെയ്താൽ അറിയാലോ. എന്തായാലും പെട്ടെന്ന് തന്നെ ഓളെ ചാനൽ അവൾക്ക് കൊടുക്കാൻ നിങ്ങളെല്ലാവരും ദുആ കേട്ടോ. കാരണം അത് കിട്ടിയിട്ടാണ് അതിന് ഈ വീഡിയോ യൂട്യൂബ് തുടങ്ങിയത് തന്നെ അതിനൊരു സമാധാനത്തിനാണ്. എല്ലാവർക്കും അറിയാം, ഒരു 32 വയസ്സായ ഓളാണ്. ഓൾക്ക് അധികം പ്രായവും കാര്യങ്ങളൊന്നുമില്ല. എങ്ങനെയും ജീവിച്ച് പോയിക്കോട്ടെ. ആരും ഓളായിട്ട് ഇപ്പം നമുക്ക് ആർക്കും ഒരു ഉപദ്രവമല്ലല്ലോ. ഓള് വായൽ വന്നു ഓളിങ്ങനെ ഓരോന്ന് വിളിച്ച് പറഞ്ഞു. അത് തമാശ വെച്ചാൽ നമുക്കത് കേട്ട് ചെറുക്കാം. നമുക്കും ടെൻഷനും കാര്യങ്ങളും ഉണ്ടാവില്ല. അപ്പം എന്തായാലും നിങ്ങൾ ആ ചാനൽ ഒന്ന് ശരിയാക്കി കൊടുക്കുക. ഷമീർ ഷാനും വീഡിയോ കാണുന്നുണ്ടെങ്കിലോ അതുപോലെ മുഷിമോനോ അങ്ങനെയൊക്കെ ഇന്നലെ രാത്രിയും കൂടെ 2 പ്രാവശ്യം ലൈവിൽ നിൽക്കുന്നു. ഇങ്ങോട്ട് പെട്ടെന്ന് ചാനൽ എവിടെ പോയി. ഞാൻ രാവിലെ സുബഹി നിസ്കരിച്ചിട്ട് കുറേ നിസ്കാരം ഒത്ത ഞാൻ ഓളെ വീഡിയോസ് ഇന്നും രാവിലെ കാണും. ഓൾ ലൈവിൽ എന്നും വരുമല്ലോ ചായ കുടിക്കണത് കണ്ടിട്ട്. ഞാൻ ഉറങ്ങണതിന് സുബഹി നിസ്കാരം കഴിഞ്ഞ് കിടക്കാൻ പാടില്ല പറയാലോ. അപ്പോൾ എന്താ ചെയ്യുക, കുറേ ഇവളെ വീഡിയോസ് ഇരുന്ന് കാണും. കണ്ടിട്ട് അങ്ങനെ പിന്നെ ഇതിന് 7 മണി 6 മണിയൊക്കെ ആവും. അപ്പോൾ പിന്നെ അവിടെ നീക്കുക ചെയ്യുക. അപ്പം ഇന്ന് ആ വീഡിയോസ് കാണാനല്ല. അപ്പോൾ നോക്കുമ്പോൾ ഓളെ ചാനലിൽ ആരോ ബ്ലോക്കാക്കി വെക്കുകയാണോ, അതിന് ഓളെ കൈ തട്ടിയിട്ട് ബ്ലോക്കാക്കാന്ന് അറിയില്ല. എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. എന്തായാലും ഈ വീഡിയോസ് കാണുന്ന എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് ഓളെ വീഡിയോസ് ചാനൽ എന്തായാലും ഓൾക്ക് തിരിച്ചു കൊടുക്കണം. അത് എവിടെ സംഭവിച്ചത്, എവിടെ പോകുമൊന്നുമില്ല, അത് ഉറപ്പാണ്. എന്താണ് എവിടെ സംഭവിച്ചിരിക്കണമെന്ന് അറിയില്ല കേട്ടോ. എന്താ പാവം അവൾക്ക് റബ്ബെ വേഗത്തിൽ ആ ചാനൽ വേഗം അവൾക്ക് അവളെ ചാനൽ കിട്ടട്ടെ. അങ്ങനെ ദുആ ചെയ്യും. നമുക്ക് ഓളെ വീഡിയോസ് എന്നും കാണലുണ്ട്, ഇന്ന് കാണാനില്ല. ഇന്നലെ കുറേ ചിരിക്കുകയും ചെയ്തു. ഓളെ ആ വർത്താനം കേട്ടിട്ട്. എന്താ മനുഷ്യന്മാരെ നിങ്ങൾക്ക് തലച്ചോറില്ലേ ഇന്നലെ ചോദിക്കുക ലൈവിൽ വന്നിട്ട്. ഇന്നെങ്ങനെ പറയാനുള്ള കമൻറ്റ് എന്തിനാ അതിനിങ്ങനെ ഓളെ പ്രാന്താക്കാനായിട്ട് ആൾക്കാർ അവൾക്ക് ബാഡ് കമൻറ്റ് ഇടുകയും ചെയ്യും. അത് വെറുതെ അങ്ങനെ ഒരു രസത്തിന് ഇടുന്നതാണ്. കമൻറ്റ് ഇട്ടാലല്ലേ ഓളെ വായെന്ന് വരുന്ന കേൾക്കുള്ളൂ. അപ്പോൾ അത് ഇവർക്ക് ചിരിക്കാലോ അത് കേട്ടിട്ട്. അതിന് വേണ്ടിയിട്ട് ഇടണം. അല്ല ഓളെ ദേഷ്യം ഉണ്ടായിട്ടൊന്നല്ല അങ്ങനെ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോസ് കാണുന്ന എല്ലാവരും മക്കളെ പാവാണത്. അത് മുർഷിമോന് ഷാനുമോന് അവൾക്കൊരു ആങ്ങളാരൊന്നുമില്ലല്ലോ. അപ്പം അങ്ങനെ അതിലൊരു കണ്ടിട്ട് സ്നേഹിക്കുന്നതാണ്. അത് ആൾക്കാർ കണ്ട് തെറ്റിദ്ധരിച്ചിട്ട് സാനു 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 ഇങ്ങനെ തെറി കമൻറ്റ് ഇങ്ങനെ ലൈവിൽ വന്നാൽ കുറേ ഓള് മുണ്ടാണ്ട കുറച്ച് നേരം ഇങ്ങനെ കമൻറ്റൊക്കെ ഇങ്ങനെ വായിച്ച് ഇങ്ങനെ മുണ്ടാണ്ടിരിക്കും കേട്ടോ. കുറേ പിന്നെ അസ്സലാമു അലൈക്കും ഹായ് അങ്ങനെ ഒരു പറച്ചില്ല. അപ്പോൾ ആൾക്കാർ പറയും നിങ്ങൾ നല്ലത് മാത്രം വായിച്ചാൽ അതിലില്ലാത്ത കമൻറ്റ് വായിക്കല്ലേ. കമൻറ്റിന് ആർക്കും റിപ്ലൈ കൊടുക്കൊന്നുമില്ല. ലൈവിൽ വന്നാലും റിപ്ലൈ കൊടുക്കുമല്ലോ. ആ ശൈലിയിൽ അവളിങ്ങനെ ഓരോന്നിനെ പറഞ്ഞു പോകാന്നല്ലാണ്ട് ഒന്നും അവൾ ആർക്കും റിപ്ലൈ കൊടുക്കൂല. അത് അങ്ങനത്തെ ഒരു ശൈലിയാണ്. അത് നമ്മൾ നോക്കിയാൽ മതി. അത് അവൾക്ക് ഒന്നും ഉണ്ടായില്ല. അവൾക്ക് എൻ്റെ മനസ്സിൽ അവളെ മനസ്സിൽ നമുക്ക് അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ അത് കാരണം കൊണ്ട് ആ ചാനൽ എവിടെ പോയി മക്കളെ. നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്ത് ഒന്ന് കണ്ടുപിടിച്ച് കൊടുക്കണം കേട്ടോ. ആരായാലും ഒരു പാവാണ് അത്. അതിൻ്റെ വീഡിയോ ഞങ്ങൾ ഞങ്ങൾക്ക് ഈ പ്രവാസികൾക്കും അങ്ങനത്തെവരൊക്കെ വീഡിയോസാണ് ഒരു സമാധാനത്തിന്. നിസ്കാരം ഓത്തും ദിക്റും സലാത്തും കഴിഞ്ഞാൽ പിന്നെയുള്ള സമാധാനം അവളെയാണ്. ഓള് ഈ ഓരോ വർത്താനവും ഓളെ ചെറിയും ദിവസം രാവിലെ നിസ്കാരം കഴിഞ്ഞ് ഇന്നലെ സാധനം ഇല്ലാന്നും പറഞ്ഞിട്ട്
കരച്ചിലും ചായ കുടിക്കലും നല്ല രസമായിരുന്നു അതൊക്കെ കണ്ടിരിക്കാൻ. ഇന്നിപ്പോൾ രാവിലെ ഓള വീഡിയോസ് കാണല, ഞാൻ എന്ത് പറ്റിപ്പോൾ സലൂന് ഓള വീഡിയോസ് ഒന്നും കാണാമല്ലോ. ഒന്നിപ്പോൾ അവളെ ജെസ്സി, അവളെ ഫ്രണ്ട്സാണ് ജെസ്സി, ഇപ്പോൾ ഒരു യൂട്യൂബിൽ പറഞ്ഞിരുന്നു വീഡിയോസ് കാണാൻ. അത് കേട്ടപ്പോൾ ഭയങ്കര ബേജാറായിരിക്കണം. അപ്പം തന്നെ ഒരു വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് വന്നതാണ്. എന്തായാലും മക്കളെ നിങ്ങൾ അവളെ പെൺകുട്ടികളെ ഒന്ന് എടുത്ത് കൊടുക്കണം കേട്ടോ. ഷാനുമോന് വലിയ ദേഷ്യമൊക്കെ ഉണ്ടെങ്കിലൊക്കെ ക്ഷമിച്ചിട്ട് ഓളെ ഒരു അബദ്ധത്തിന് ഓരോന്ന് പറയുന്നതാണ്. അതൊന്നും നമ്മൾ കാര്യമാക്കണ്ട. ഓളൊരു പാവാണ്. അവളെ ശരീരത്ത് അവൾക്ക് എന്തായാലും ഒരു അവളെ ഭർത്താവ് ഇനിയിപ്പോൾ വരില്ല എന്ന് പോള് തിരിച്ച് പറയുന്നുണ്ട്. എന്തായാലും അതിൻ്റെയൊക്കെ ഒരു പ്രയാസത്തിൽ ഒരു പെണ്ണല്ലേ എത്ര ആയാലും ഒരു ആണിൻ്റെ ഒരു സാന്നിധ്യമാണെന്ന് ഏതൊരു പെണ്ണും ആഗ്രഹിക്കുമല്ലോ. അത്രയാണ് അവൾ ആഗ്രഹിക്കണുള്ളൂ. അത് ഏത് രൂപത്തിലാണ് അത് അവതരിപ്പിക്കേണ്ടതെന്നുള്ളത് ആ കുട്ടിക്ക് അറിയണില്ല. അതാണ് അവൾക്ക് പറ്റിയ തെറ്റ്. അപ്പോൾ എന്തായാലും നിങ്ങളെ ചാനലൊന്ന് വേഗം സെമീർസാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും പെട്ടെന്ന് തന്നെ ശരിയാക്കി കൊടുക്കണം കേട്ടോ മക്കളെ. ഓളെ വീഡിയോസ് ഞങ്ങൾക്ക് പ്രവാസികൾക്ക് ഒരു ചിരിക്കാനും പിന്നെ കരയാനും പറഞ്ഞൊരവസ്ഥയല്ല. പാവം ഞങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും. ഓൾക്ക് നല്ല നല്ല കമൻറ്റ് ഞങ്ങൾ ചെയ്തു ടെൻഷൻ മാറും നിങ്ങളെ വീഡിയോസ് കണ്ടല്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ എപ്പോഴും പറയും. അങ്ങനത്തെ ഒരു ദിവസത്തിൽ ഇപ്പോൾ ഓളെ ചാനൽ പൂട്ടിപ്പോയിന്നോ ആരോ ബ്ലോക്കാക്കി വെച്ചിരിക്കുന്നോ ഓളെ കൈ തട്ടിയിട്ട് തന്നെ ബ്ലോക്കാക്കിയാന്ന് പറയില്ല. സംഭവിച്ചിരിക്കണമെന്ന് അറിയണില്ല. അത് ഇൻഷാല്ലാ കിട്ടും, ആ ഉറപ്പുണ്ട്. അങ്ങനത്തെവരൊക്കെ ചാനൽ ആരെങ്കിലും എടുക്കുമോ അല്ലേ? ആരും എടുക്കൂല, അത് ഉറപ്പാണ്. കാരണം അത്രക്കും ഒരു പാമ്പ് പിടിച്ചൊരു പെണ്ണാണ്. ഇപ്പോൾ കുറച്ചെന്താ എഡീസ് കിട്ടിയിട്ട് ഗോൾഡ് എന്താ എടുത്തു അതൊക്കെ പറഞ്ഞു. അതൊക്കെ കേട്ടോക്കുമ്പോൾ എന്തോ അറിയില്ല. എന്തായാലും പിന്നെ വേഗത്തിൽ കിട്ടട്ടെ. നിങ്ങളെല്ലാവരും അതിന് ഒന്ന് സപ്പോർട്ട് ചെയ്യണോ. ഈ വീഡിയോസ് കാണുന്ന എല്ലാവരും ചെറിയത് ആ സെമീർ സാനും ഇപ്പോൾ അതൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഓനക്ക് വിളിച്ചിട്ടുണ്ടാകുമോള് അത് ശരിയാക്കി കൊടുക്കുന്നുണ്ടാവും ഇൻഷാ അല്ലാ.